വെൽക്കം ബാക്ക് ടു ബീറ്റാ സ്ക്വയറൽ. ഇനി നമുക്ക് നമ്മുടെ ഒരു Node.js പ്രോജക്റ്റിൽ പാക്കേജ് JSON ഉപയോഗിച്ച് എങ്ങനെ ഒരു NPM ടാസ്ക് അല്ലെങ്കിൽ NPM കമാൻഡ്സ് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത് നോക്കാം. നമ്മളിപ്പോൾ നമ്മുടെ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് nodemon index.js എന്ന് പറഞ്ഞ കമാൻഡാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത് അല്ലേ. അതിന് പകരം നമുക്കൊരു ഷോർട്ടായിട്ട് NPM സ്റ്റാർട്ട് എന്ന് പറയുന്ന ഒരു കമാൻഡ് വേണമെന്ന് വിചാരിക്കുക. അങ്ങനെ ഒരു കമാൻഡ് കൊടുക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഈ ഒരു കമാൻഡ് എക്സിക്യൂട്ട് ചെയ്തിട്ട് നമ്മുടെ പ്രോജക്റ്റ് സ്റ്റാർട്ട് ആവണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ടത് നമ്മൾ പാക്കേജ് JSON വന്നിട്ട് ഇവിടെ സ്ക്രിപ്റ്റ്സ് എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ഉണ്ടാവും. അതിൽ നിലവിലുണ്ടായിരുന്ന ആ ഒരു ടെസ്റ്റ് സ്ക്രിപ്റ്റ് നമുക്ക് ഡിലീറ്റ് ചെയ്യാം. എന്നിട്ട് അവിടെ നമ്മുടെ കമാൻഡിന്റെ പേര് കൊടുക്കാം. അതായത് നമുക്ക് സ്റ്റാർട്ട് എന്നാണ് കമാൻഡിന്റെ പേര് നമ്മൾ കൊടുക്കുന്നത്. ആ ഒരു സ്റ്റാർട്ട് എന്ന് പറയുന്ന കമാൻഡ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ടൈപ്പ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കേണ്ടത് എന്നുള്ളത് നമ്മൾ ആ ഒരു വാല്യൂവിൽ കൊടുക്കാം. nodemon index.js, അതായത് സ്റ്റാർട്ട് എന്ന് പറയുന്ന NPM കമാൻഡ് റൺ ചെയ്യുമ്പോൾ ഈ ഒരു കമാൻഡാണ് എക്സിക്യൂട്ട് ആവേണ്ടത്. അപ്പോൾ അത് സേവ് ചെയ്ത് കഴിഞ്ഞ് പാക്കേജ് JSON സേവ് ചെയ്ത് കഴിഞ്ഞു. എന്നിട്ട് അതിനുശേഷം സ്റ്റോപ്പ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു കമാൻഡ് ഇഷ്യൂ ചെയ്യാം. npm start എന്ന കമാൻഡ് കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ബിഹൈൻഡ് ദ സീൻ ആ ഒരു പാക്കേജ് JSON ചെക്ക് ചെയ്യും ഇങ്ങനെ ഒരു കമാൻഡ് ഉണ്ടോ. ഓക്കെ, അങ്ങനെ ഒരു കമാൻഡ് ഉണ്ട്. അപ്പോൾ അതിന്റെ റിസൾട്ടിങ് ആയിട്ടുള്ള ഒരു nodemon index.js ഉണ്ട്. അതാണ് ഇവിടെ റൺ ചെയ്യുന്നത്. ഇങ്ങനെ നമുക്കൊരു നോഡ് പ്രോജക്റ്റിൽ പാക്കേജ് JSONൽ എത്ര കമാൻഡ്സ് വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഡെവലപ്മെന്റിന് ഒരു കമാൻഡ്, ഡിപ്ലോയ്മെന്റ് ചെയ്യാൻ ഒരു കമാൻഡ്, അങ്ങനെ ഓരോ കാര്യങ്ങളും നമുക്ക് കമാൻഡ് ഉപയോഗിച്ച് ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റും.